നിങ്ങൾക്കറിയാമോ, പല്ലുകളുടെയും മോണയുടെയും ശുചിത്വക്കുറവ് പലപ്പോഴും ഹൃദ്രോഗത്തിന് കാരണമാകാറുണ്ട്. ഞാൻ ഡോക്ടർ സ്മിത ടി കൃഷ്ണ, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെൻ്റൽ സർജൻ. ചില സമീപകാല പഠനങ്ങളനുസരിച്ച് വായുടെ ആരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിൽ ശക്തമായ ബന്ധമുള്ളതായി പറയുന്നു. വായിലുണ്ടാകുന്ന അണുബാധ മോണയെ ബാധിക്കുകയും മോണയിലൂടെ അത് രക്തപ്രവാഹത്തിലേക്ക് അണുക്കൾ കടക്കുകയും ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് വായുടെ ശുചിത്വം എന്ന് പറയുന്നത് ഹൃദ്രോഗികളിലും അല്ലാതെ തന്നെ എല്ലാവരിലും വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അണുക്കൾ രക്തപ്രവാഹത്തിലെത്തി തടസ്സം സൃഷ്ടിക്കുന്നതിലൂടെയാണ് ഈ ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനുമൊക്കെയുള്ള സാധ്യത കൂടുന്നത്. വായുടെ ശുചിത്വമില്ലായ്മ ശ്വാസകോശങ്ങളെയും ബാധിക്കും. വായിലുള്ള അണുക്കൾ ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിലെത്തുകയും ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പ്രമേഹമുള്ള വ്യക്തികളിൽ വായുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോണരോഗം പലപ്പോഴും പ്രമേഹം നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാക്കും. അതേപോലെ തന്നെ പ്രമേഹമുള്ളവരിൽ മോണരോഗത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. പല്ലിനും മോണയ്ക്കും ഇടയിലുള്ള സ്പേസിലുള്ള സൾക്കസ് എന്ന് പറയും, സൾക്കസിലുള്ള സർക്കുലാർ ഫ്ലൂയിഡിൽ ഒരു ദ്രാവകമുണ്ട്. അതിൽ പഞ്ചസാര, പ്രമേഹമുള്ളവരിൽ ബ്ലഡ് ഷുഗർ കൂടുന്ന സമയത്ത് ഇതിൽ ഈ സർക്കുലാർ ഫ്ലൂയിഡിലുള്ള പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുകയും അത് ബാക്ടീരിയ അനിയന്ത്രിതമായി വളരുകയും പ്രമേഹമുള്ളവരിൽ പ്രമേഹം നിയന്ത്രിക്കാതെ വരുന്ന സമയത്ത് മോണരോഗം വളരെയധികം ശക്തമായിട്ട് വരികയും ചെയ്യും. നിയന്ത്രിക്കുന്നതിന് രണ്ടും അത് പരസ്പര പൂരകങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. മോണരോഗം പ്രമേഹം നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും പ്രമേഹമുള്ളവരിൽ മോണരോഗത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. വായുടെ ശുചിത്വക്കുറവ് ഗർഭിണികളായ സ്ത്രീകളിൽ മാസം തികയാതെയുള്ള പ്രസവത്തിന് കാരണമായേക്കാം. അതുപോലെ തന്നെ ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മോണരോഗം കൂട്ടുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലായ്പ്പോഴും എന്ന പോലെ ഗർഭകാലത്തും മോണകളുടെയും പല്ലിൻ്റെയും ആരോഗ്യവും ശുചിത്വവും വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വ്യക്തിക്ക് 6 മാസത്തിലൊരിക്കൽ ഡെൻ്റൽ ചെക്കപ്പ് വേണ്ടി വരുമ്പോൾ ഇത്തരത്തിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, പ്രമേഹമുള്ളവർ, ഗർഭകാലാവസ്ഥയിൽ ഒക്കെ കാലത്തിലൂടെ കടന്നു പോകുന്നത് ഇവരൊക്കെ 3 മാസത്തിലൊരിക്കൽ എങ്കിലും നിർബന്ധമായും ദന്തപരിശോധനയ്ക്ക് വിധേയരാവേണ്ടതാണ്. പ്രത്യേകിച്ച് ഗർഭകാലത്ത് ഫസ്റ്റ് അറിയാമായിരിക്കും, 3 ട്രൈമസ്റ്ററായിട്ടാണ് ഗർഭകാലത്തെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 മാസം, രണ്ടാമത്തെ 3 മാസം, മൂന്നാമത്തെ 3 മാസം. അതിൽ ഈ ഒന്നാമത്തെ 3 മാസം പലപ്പോഴും ആ കാലഘട്ടത്തിൽ നമുക്ക് പല പ്രൊസീജിയറും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ആ സമയത്ത് കൃത്യമായി എന്താണെന്ന് കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള ഇലക്റ്റീവ് പ്രൊസീജിയേഴ്സൊക്കെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ രണ്ടാമത്തെ 3 മാസത്തിലാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ 3 മാസത്തിൽ പലപ്പോഴും വളരെ ലൈറ്റായിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഫില്ലിംഗ് പോലെയൊക്കെ. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വ്യക്തി 6 മാസത്തിലൊരിക്കൽ ഡെൻ്റൽ ചെക്കപ്പിന് പോകേണ്ടി വരുമ്പോൾ ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഹൃദ്രോഗമുള്ളവർ, പ്രമേഹമുള്ളവർ, പ്രഗ്നൻസി പീരീഡിലുള്ളവർ ഇവരൊക്കെ 3 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പിന് നിർബന്ധമായി പോകേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റ് കോംപ്ലിക്കേഷൻസ് തടയാനും ഒക്കെ ഈ 3 മാസത്തിലൊരിക്കലുള്ള ചെക്കപ്പ് കൊണ്ട് സാധിക്കും. ഇതുമൂലം നമുക്ക് എക്സിസ്റ്റിംഗ് ഡിസീസസ് കൺട്രോൾ ചെയ്യാനും മോണരോഗം കൊണ്ടുണ്ടാകുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ് തടയാനും സാധിക്കും.